എന്നാൽ ജാവ്ദേക്കറെ കണ്ടതിൽ തെറ്റില്ല, താനും സംസാരിച്ചിട്ടുണ്ട്. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ മനസ്സിൽ. കേട്ടല്ലോ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ജയരാജൻ്റെ വിഷയം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് അറിയാതെ വീണൊരു പ്രധാന കാര്യമാണ്. ഞാൻ പലവട്ടം ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒരു വട്ടം കണ്ടപ്പം പറഞ്ഞു, നിങ്ങളും ഉത്സാഹിക്കുകയാണല്ലോ, നമുക്ക് കാണാം, അത് മത്സരത്തിൽ ആര് ജയിക്കും നമുക്ക് കാണാം എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു. അത്ര അടുപ്പമുണ്ട്. നമ്മൾ അറിയാമല്ലോ, മുഖ്യമന്ത്രി ഒരു നേച്ചർ വെച്ചിട്ട് അധികം തമാശ പറയാത്ത പത്രക്കാരോട് ഇന്നലെയും കയർക്കുന്ന കണ്ട ഒരു വ്യക്തിയാണ് ഞാനും, അല്ലെങ്കിൽ എല്ലാവരും. പക്ഷേ അത്ര തമാശ പറയാൻ തക്കവണ്ണം അടുപ്പം ഒരു സൈഡ്. പിന്നെ ഇനി പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. നമുക്ക് ഇ പി ജയരാജൻ്റെ വിഷയം നമുക്ക് എടുക്കാം. ഇ പി ജയരാജൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നീട് കണ്ടു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്തു, അങ്ങനെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്ത്, പിന്നെ രാമനിലയത്തിൽ വെച്ച് മീറ്റ് ചെയ്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു പോയി നിൽക്കുന്നുണ്ട്. അതിനെ പ്രതികരിച്ച അല്ലെങ്കിൽ പ്രതിരോധിച്ച മുഖ്യമന്ത്രിയുടെ വായിന്ന് വീണൊരു പോയിൻ്റാണ്. അതിനെന്ത് കണ്ടാന്ത്, നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളാവാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജയരാജന് ഈ പറഞ്ഞതൊക്കെ അബദ്ധ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിനെന്ത് പലവട്ടം ഞാനും കണ്ടിട്ടുണ്ട് ജാവ്ദേക്കറെ കണ്ടിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയിൽ ഞാൻ നോക്കി. മുഖ്യമന്ത്രി ഒരു വേദിയിലും ജാവ്ദേക്കറെ ഞാൻ ഈയിടെയല്ല കണ്ടിട്ടേ ഇല്ല. ഏത് വേദിയിലാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച അല്ലെങ്കിൽ കണ്ടത്? നമുക്കറിയാം, CPM-ൻ്റെ ഒരു പരിപാടിയിലും ജാവ്ദേക്കർ പങ്കെടുക്കത്തില്ല. കാരണം അദ്ദേഹം BJP-യുടെ പ്രഭാരിയാണ്, കേരളത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്, മന്ത്രിയായിരുന്ന ആൾ. പിന്നീട് ഇതുപോലെ BJP രാഷ്ട്രീയം വളർത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവർക്ക് ഈ ആരെ പോയി കാണാനും കാശ് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വിളിക്കാനോ ഒക്കെ ക്ഷണിക്കാനും ഒക്കെ പറ്റും. അത് BJP രാഷ്ട്രീയം. കാരണം BJP വളർത്താൻ തന്നെയാണ് അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന CPM-ൻ്റെ ഉന്നതനായ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗം ഒരുപാട് അഴിമതി കഥകളും അതുപോലെ BJP ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന, അല്ലെങ്കിൽ ഡീല് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണത് പ്രകാശ് ജാവ്ദേക്കറായിട്ട് പലവട്ടം കണ്ടിട്ടുണ്ടെന്ന്. അതാണ് പ്രശ്നം. ഈ പലവട്ടം കണ്ടത് എവിടെ വച്ച്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറയാം, പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ഒരു മീറ്റിങ്ങും നമ്മൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ TV-യിലോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ TV-യും പത്രമൊക്കെ നോക്കുന്ന ആളാണ്. കാരണം BJP-യുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കത്തില്ല, പാടില്ല. കാരണം കമ്മ്യൂണിസ്റ്റിൻ്റെ സിദ്ധാന്തങ്ങളും റഷ്യൻ വിപ്ലവമൊക്കെ മനസ്സിലാക്കി ഗോർബച്ചേവിനെയും അല്ലെങ്കിൽ കാർൽ മാർക്സിനെയൊക്കെ തലയിലേറ്റിയ കമ്മ്യൂണിസ്റ്റുകാർ, ഇന്ത്യൻ കമ്മ്യൂണിസം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ദേശീയ നേതാവ് എന്ന പ്രതിരോധം ഇപ്പോൾ ഉണ്ട്, പിണറായി വിജയനുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കോൺഗ്രസ് പറഞ്ഞ ഡീല് എന്താണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ജയരാജൻ കണ്ടതിനെ പ്രതിരോധിച്ചെങ്കിൽ പോലും മുഖ്യമന്ത്രി ആയത് വീണത് ഈ ജാവ്ദേക്കറുമായിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ പലവട്ടം കണ്ടത് എവിടെ വെച്ചാണെന്ന് ആരും അധികം തിരക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ചോദിച്ചോ എന്ന് തന്നെ അറിയാൻ വയ്യ. അത് മുഖ്യമന്ത്രി പറയണം. അദ്ദേഹത്തിന് എവിടെയാണ് ഈ പലവട്ടം കണ്ടത്? നമുക്കറിയാം, ഇപ്പം കോൺഗ്രസിൻ്റെ VD സതീശനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പലവട്ടം തങ്ങളുടെ കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം. കാരണം ആ ഒരു പൊതുവേദിയിൽ ഒരുമിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും, പരസ്പരം നിയമസഭയെ കാണാൻ പറ്റും. അങ്ങനെ ഇവിടുത്തെ പല നേതാക്കളുമായിട്ടും പരസ്പരം കാണും, മിണ്ടും, സംസാരിക്കും, ചിലപ്പോൾ അടുപ്പങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷേ BJP-യിലെ ദേശീയ വക്താവ്, ഒരു നേതാവ് ജാവ്ദേക്കർ CPM-ൻ്റെ മുഖ്യമന്ത്രി പറയുന്ന രീതിയിൽ പലവട്ടം കണ്ടെന്ന് പറയുമ്പോൾ അതെന്ന് എവിടെ വെച്ചെന്ന് ചോദിക്കുന്ന ന്യായമല്ലേ? അതെവിടെ വെച്ചാണ് ആ ഒരു ഇത് തന്നെയാണ് സംശയം ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാർക്ക് സംശയം ഉണ്ടാക്കുന്നത്. BJP-ക്ക് സംശയമൊന്നും ഉണ്ടാവില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് സംശയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. കാരണം മുഖ്യമന്ത്രി എന്ത് കാട്ടിക്കൂട്ടിയാലും അത് നല്ലതെന്ന് പറയാൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് കഴിയുമായിരിക്കും. പക്ഷേ BJP
പാർട്ടിയിലെ നേതാക്കൾക്കും പ്രശ്നമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കിട്ടുവാണെങ്കിൽ അവർ ചാക്കിട്ട് പിടിക്കും, സ്വാഭാവികം. പക്ഷേ മുഖ്യമന്ത്രി പലപ്പോഴും ബി ജെ പിക്കെതിരെ ആഞ്ഞടിക്കുന്ന, ബി ജെ പിയിലെ അജണ്ടകളെ ആഞ്ഞടിക്കുന്ന, ബി ജെ പിയിലെ ജാതി വേർതിരിവ് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വം അജണ്ട ഇല്ലാതാക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള, ഇപ്പം പോലും മലപ്പുറത്തും അവിടെയൊക്കെ ചെന്നിട്ട് CAA എടുത്തിട്ട് അലക്കിയ, അതായത് മുസ്ലിമിന് വിരുദ്ധമാണ് BJP എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി എന്നാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുമുട്ടിയതെന്ന് മാധ്യമങ്ങളാരും ശ്രദ്ധിച്ചില്ല, ചോദിച്ചില്ല. പക്ഷേ അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അപ്പോൾ എവിടെയൊക്കെയോ വച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം, അതാരും അറിഞ്ഞിട്ടുമില്ല. അത് ഞാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തും അത് തെളിഞ്ഞു വന്നില്ല. അപ്പോൾ അത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കാം ഒരു പക്ഷേ ലാവ്ലിൻ കേസോ അല്ലെങ്കിൽ മാസപ്പടിയോ അല്ലെങ്കിൽ കരിവന്നൂരോ ഒക്കെ പൂർണ്ണമാവാതെ കിടക്കുന്നത്.